എന്തായാലും ശരി, നമുക്ക് സമയം കളയാതെ തന്നെ അടുത്ത് അതിലേക്ക് കടക്കുന്നു. ഇന്നെന്തായാലും നമുക്ക് സൊല്യൂഷൻ തീർക്കണം. ഇനി ഒരു പാർട്ടുണ്ട്, 2 പാർട്ട് ഞാൻ തീർത്ത് കഴിഞ്ഞു. ഒന്ന് തീർത്തത് ഇതാണ്, കോൺസെൻട്രേഷൻ പാർട്ടാണ് തീർത്തത്. അതായത് നോർമാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ആൻഡ് പാർട്സ് പെർ മില്യൺ. ഇതിത്രയാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് തീർത്തത്. രണ്ടാമത്തെ പാർട്ട് തീർത്തത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് ഡെൽറ്റ ലോവറിങ് വേപ്പർ പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ പൈ. ഈ 4 കാര്യങ്ങൾ തീർത്തു. പിന്നീട് അവിടെ ഡിസോസിയേഷൻ്റെ കേസിൽ 2 കാര്യങ്ങളൂടെ പറഞ്ഞ് അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലാർ വെയ്റ്റ് അതും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനം തീർത്തു. 2 സെക്ഷൻ തീർത്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തതും ഫൈനലുമായ സെക്ഷനാണ്, അത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഇതാണ് നമുക്ക് തീർക്കാനുള്ളത്. ഇന്ന് നമുക്ക് തീർക്കണം. തീർത്ത് ഇതിനകത്ത് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യണം. ഇത്ര അറിയാം, നിർബന്ധമായിട്ട് ഇതിനകത്ത് പ്രോബ്ലം പഠിക്കണം. അതിൻ്റെ പ്രോബ്ലം എല്ലാം ചെയ്യിച്ചതാണെന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ 1-2 ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. മാത്രമല്ല ഗ്യാരണ്ടി തരുന്നു. നോട്ട് മോർ ദാൻ ദിസ്. ഇതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടി വരത്തില്ല, പഠിക്കണ്ട. നിങ്ങളുടെ 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. 7 മാർക്കാണ് സൊല്യൂഷനുള്ളത്. 7 മാർക്ക് കിട്ടിയിരിക്കും. ഇത്രയും പഠിച്ചു കൊടുത്താൽ മതി. ബാക്കി 53 മാർക്ക് ബാക്കി സൊല്യൂഷൻ. സോളിഡ് സ്റ്റേറ്റിനകത്ത് 6 മാർക്ക് കിട്ടി. 13 മാർക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആൾറെഡി നിങ്ങൾ നോക്കണം. നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ നോക്കണം. ആൾറെഡി 13 മാർക്ക് തീരാൻ പോകുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് 47 മാർക്ക് പഠിച്ചാൽ മതി. ആലോചിച്ച് നോക്കണം. നിങ്ങൾ 7 3 4 5 6 47 മാർക്ക് പഠിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണെന്ന് കഷ്ടപ്പെടുന്നത്, എന്തിനാണെന്ന് പ്രയാസപ്പെടുന്നത്, എന്തിനാണെന്ന് ബുദ്ധിപ്പെടുന്നത്. നിങ്ങൾ ഒന്ന് ഇൻവോൾവ് ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യം എനിക്ക് വിട്ടു തരൂ. അതെ, ബാക്കിയുള്ളത് നമുക്ക് നേരിൽ കാണണം, കാണേണ്ടിയിരിക്കുന്നു. അതെ, അതാണ് നമുക്ക് മൂന്നാമത്തത്, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ദർ ആർ 2 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ദേ ആർ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഗ്യാസ് പറഞ്ഞതുപോലെ തന്നെ നോൺ ഐഡിയൽ അതർവൈസ് കാൾഡ് റിയൽ സൊല്യൂഷൻ. ഇപ്പോൾ 2 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ. ഇത് രണ്ടും പറഞ്ഞ് തീർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുകയാണ്. നോക്കാം ഐഡിയൽ നോൺ ഐഡിയൽ എന്താണെന്ന്. ആദ്യം ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, എ എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റും ബി എന്ന് പറഞ്ഞ വേറൊരു കമ്പോണൻറ്റും. ഇവിടെ 2 ലിക്വിഡാണ് എടുക്കേണ്ട. ഇതാണ്, ഇതുപോലല്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം വരും. ഇത് രണ്ടും, ഈ എയും ബിയും ഓളറ്റൈൽ കമ്പോണൻ്റാണ്. ഓളറ്റൈലായിട്ട് എടുക്കണം. എയും ബിയും ഓളറ്റൈലാണ്. രണ്ടും വേപ്പറൈസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റി പ്രോപ്പർട്ടി വേപ്പറൈസ് ചെയ്യുന്നതല്ല നമ്മൾ എടുക്കുന്നത്. ഇത് വേപ്പറൈസ് ചെയ്യുന്നതാണ്. ഓളറ്റൈലാണ് എയും ബിയും. ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ പി എ എന്നിരിക്കട്ടെ, ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ പി ബി എന്നിരിക്കട്ടെ. ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഇത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ് P0A, വേപ്പർ പ്യുവർ സോൾവെൻറ്റ് P0B. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പാർഷ്യൽ പ്രഷർ എ, പാർഷ്യൽ പ്രഷർ ബി. ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ XA, ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ XB. ഇതെടുക്കുക. എയും ബിയും കൂടെ കമ്പൈൻ ചെയ്യുക. രണ്ടും വോളറ്റൈലാണ്. 2 ഓർക്കണം, വോളറ്റൈലാന്ന് ഓർക്കണം. അതെ,
ലതയ്ക്ക് സംശയം വന്നു, ആര്യയ്ക്ക് സംശയം വന്നു. ആര്യ വേറൊന്നുമല്ല, എയും ബി രണ്ട് കമ്പോണൻറ്റ്. സൊല്യൂഷൻ രണ്ടെണ്ണം വേണ്ടേ? വേണം. രണ്ടും എങ്ങനെ ആയിരിക്കണം? വോളറ്റൈലായിരിക്കണം, വേപ്പറൈസ് ചെയ്യുന്നതായിരിക്കണം. ഇങ്ങനെ വേപ്പർ ആയിക്കൊണ്ട് ഇങ്ങനെ ആവി ഇറക്കുന്നതായിരിക്കണം, വേപ്പർ ആവുന്ന ആയിരിക്കണം. അതിൻ്റെ പ്യുവർ വേപ്പർ പ്യുവർ സോൾവെൻറ്റ് എ P0A. ഇത് ബിയുടെ P0B, പ്യുവർ എ മാത്രമേ ഉള്ളൂ. ഇനി ബി എടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോൾ ഇതിനൊരു പാർഷ്യൽ പ്രഷർ കാണത്തില്ലേ? അത് PA. അതുപോലെ ബിയുടെ വേണത്തില്ലേ പാർഷ്യൽ പ്രഷർ PB. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എയും മോൾ ഫ്രാക്ഷൻ ബിയും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ റിലേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഒബേ റൗൾസ് ലാ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൗൾസ് ലാ. നമ്മൾ നേരത്തെ റൗൾസ് ലാ പഠിച്ചു. ഇതിൽ റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട് പഠിച്ചില്ലേ? റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട്, അത് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയിൽ. അത് രണ്ടും, അത് ഒന്ന് നോൺ വോളറ്റൈലായിരിക്കണം. ഇവിടെ രണ്ടും വോളറ്റൈലായിരിക്കണം. രണ്ടും വോളറ്റൈൽ ആയിരിക്കണം. അതുകൊണ്ട് ഇത് പ്രത്യേകതയാണ്. അതുകൊണ്ട് റൗൾസ് ലാ വേറെ രീതിയിൽ പറയാം. ഇതിലേതെന്നൊന്ന് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ് റൗൾസ് ലാ എന്ന് വെച്ചാൽ ഏതെന്ന് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ് റൗൾസ് ലാ ഫോർ വോളറ്റൈൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതേ പറയാവും. ഇത് നോൺ വോളറ്റൈലാണ്, ഇത് വോളറ്റൈൽ. വോളറ്റൈൽ നോക്കാം. അങ്ങനെയാണ്. ഇതാണ് PA = P0A XA. ഇതായിരിക്കണം. ആൻഡ് PB = P0B XB. ഇപ്പോൾ നിങ്ങൾക്ക് റൗൾസ് ലാ സ്റ്റേറ്റ് ചെയ്യാമോ? റൗൾസ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് partial pressure of any volatile component. Partial pressure of any volatile component. Partial pressure of any volatile component. Volatile component. Partial pressure of any volatile component is equal to the product of the vapor pressure of the pure component and mole fraction of that component. Raoult's law says that partial pressure of any volatile component, any volatile component is equal to the product of the vapor pressure of the pure, ഇത് pure ആണ്, pure ആണ് 0 വന്നിട്ടേക്കുന്നത്, pure component and the mole fraction of that component. കണ്ടോ? PA = P0A, PB = P0B XB. കണ്ടോ? ഇപ്പോൾ can you state Raoult's law? അത് ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒബേ ചെയ്തിരിക്കണം. രണ്ടാമത്തത് ΔV മിക്സിംഗ് = 0 ആയിരിക്കണം. 3 അതോടെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ΔH മിക്സിംഗ് = 0. ഈ 3 കണ്ടീഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ ആയിരിക്കും. എന്താ ΔV മിക്സിംഗ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 50 ml എയും 50 ml എയും ഒരു 100 ml ബിയും ഇവിടെ മിക്സ് ചെയ്യാൻ പോവുക. മിക്സ് ചെയ്തതിന് മുമ്പോൾ ഓളി എത്ര ഉണ്ട്? 100 ml അല്ലേ? അല്ലെ 150 ml. മിക്സ് ചെയ്തതിന് മുമ്പ് 150 ml ഉണ്ടെന്ന് ഊഹിക്കാം. ഞാനിവിടെ ടോട്ടൽ ഓളിയും 150. മിക്സ് ചെയ്തതിന് ശേഷം എത്ര തന്നെ വരുന്നു? 150 തന്നെ വരുവാണെങ്കിൽ ഐഡിയലായിരിക്കും. അതായത് ഇതിൻ്റെ മിക്സ് ചെയ്തതിന് മുമ്പ് വോളിയം V1, ടോട്ടൽ വോളിയം V1. മിക്സ് ചെയ്തതിന് ശേഷം V2, ദാറ്റ് ഈസ് V2 = V1. That is V2 minus V1 is equal to what? 0. That is delta V. Difference in delta V mixing is equal to what? 0 ആയിരിക്കും. അതായത് രണ്ട് കമ്പോണൻ്റെയും മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള വോളിയവും മിക്സ് ചെയ്തതിന് ശേഷമുള്ള വോളിയവും എങ്ങനെയായിരിക്കും? തുല്യമാണെങ്കിൽ ദേ ആർ വാട്ട് ആർ കാൾഡ് വാട്ട്? ഐഡിയൽ സൊല്യൂഷൻ. ചില ഞാൻ വേറെ ഒന്നും പറയാല്ല, വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ചില വീടുകളിലൊക്കെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് ചില സ്ത്രീകളെ കൊണ്ടുവരും. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് പാൽ കൊടുക്കണം. പാൽ കൊടുക്കുമ്പം ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് കുടിമോനെ ഇതാ കുഞ്ഞ്, കുടിമോനെ ഇത് വേലക്കാരി, ആ ജോലിക്കാരി, ഇത് ഇങ്ങനെ കൊടുക്കും. കുടിമോനെ, മോൻ അടച്ചു വെച്ചു, ഇത് ജോലിക്കാരി, ഇങ്ങനെ കുടിക്കും. അപ്പോൾ ഇതങ്ങോട്ട് ചെല്ലത്തില്ല, ഇങ്ങോട്ട് ഇല്ല. അപ്പോൾ ടോട്ടൽ വോളിയം അവിടെ ടോട്ടൽ വോളിയം ബിഫോർ മിക്സിങ്ങും ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിങ് വ്യത്യാസമാണ്. കാരണം അങ്ങോട്ട് ചെല്ലേണ്ട വോളിയം അല്ല, വ്യത്യാസമില്ലേ? രണ്ടും ഒരുപോലെ വരത്തില്ല. അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ആ വോളിയം മൊത്തം ഇവിടെ ചെന്നേനെ. ഇത് വോളിയത്തിന് കുറച്ച് അങ്ങോട്ടും പോകും, കുറച്ച് ഇങ്ങോട്ടും പോകും തന്നെ. അതെ,
അവസാനം വേലക്കാരി ഇങ്ങനെ കൂന്ന് വരും. ജോലിക്കാരി ഇങ്ങനെ കൂന്ന് വരും. മറ്റേത് കുതിരത്തില്ല, മറ്റേത് ഉണങ്ങി കോച്ച് ഉണങ്ങി പോകും. അതാണ് വാട്ട് ഈസ് കാൾഡ്. നോക്കണം, മനസ്സിലാക്കണം. ടോട്ടൽ വോളിയം ബിഫോർ മിക്സ് ചെയ്യുമ്പോഴും ആഫ്റ്റർ മിക്സ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം? രണ്ടും തുല്യം ആയിരിക്കണം. സംശയമുണ്ടോ? ഇല്ല. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ഐഡിയൽ. ഐഡിയൽ അവരുണ്ട്, ഐഡിയൽ ഫ്രണ്ട്സാണ്. ആനന്ദം പിന്നീട് അക്ഷയ്, ദേ ആർ ഐഡിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? അവരുടെ ടോട്ടൽ വോളിയം ബിഫോർ മിക്സിങ്ങും ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിങ്ങും ഈക്വലായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവർ റൗൾസിലാണ്. ഡെൽറ്റ മിക്സിങ് 0 ആയിരിക്കും. ഐഡിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അവർ റൗൾസിൽ ഒബേ ചെയ്തിരിക്കണം. ഡെൽറ്റ മിക്സിങ് 0 ആയിരിക്കണം. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിങ് H1ഉം H2 എടുത്താൽ H2 = H1, H2 - H1 = 0. ദാറ്റ് ഈസ് ദിസ്. ഇതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ഐഡിയൽ. വാട്ട് ഈസ് ഇൻ മൈൻ ഐഡിയൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഐഡിയൽ. എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഐഡിയൽ. എ ഫ്രണ്ട് ഈസ് സെറ്റ് ടു ബി ഐഡിയൽ ഫ്രണ്ട്സ്. ദാറ്റ് ഷുഡ് ഒബേ 1 റൗൾസ് ലോ, 2 ഡെൽറ്റ വി മിക്സിംഗ് = 0, 3 ഡെൽറ്റ എച്ച് മിക്സിംഗ് = 0. അത് മനസ്സിലായോ? ഡെൽറ്റ എച്ച് മിക്സിംഗ് ഒക്കെ മനസ്സിലായോ? ആയല്ലോ, ആയി. ഇത് മൂന്നും ഒബേ ചെയ്യണം. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഒബേ റൗൾസ് ലോ, ഡെൽറ്റ മിക്സിംഗ് 0, ഡെൽറ്റ എച്ച് മിക്സിംഗ് 0. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ എന്തായിരിക്കും? ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ എന്ന് പറഞ്ഞാൽ PA not equal to P0A XA and PB not equal to P0B XB. ഒബേ ചെയ്യത്തില്ലെന്ന് അർത്ഥം കേട്ടോ. ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഒരിക്കലും ഇത് ഒബേ ചെയ്യത്തില്ല. റൗൾസിൽ ഒബേ ചെയ്യത്തില്ല. നോട്ട് ഈക്വൽ അല്ല. What is in my ideal solution? A solution is said to be ideal. A solution is said to be ideal if it obey what? Raoult's law. If it obey Raoult's law. If it obey Raoult's law, delta V mix is 0, delta H mix is 0. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് കാൾഡ് വാട്ട്? അല്ല എങ്കിൽ നോൺ ഐഡിയൽ ആയിരിക്കും. ഇത് ഒബേ ചെയ്തില്ല എങ്കിൽ വാട്ട് ഈസ് കാൾഡ് വാട്ട്? നോൺ ഐഡിയൽ. ഇനി ഒരു പ്രത്യേകം കൂടെ നോക്കാം നമുക്ക് എന്താണെന്ന്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വരുന്നു നോക്കാം. ഇത് ഞാൻ തുടയ്ക്കുന്നു, ഇത് ഇത്രയും തുടയ്ക്കുന്നു, എന്നിട്ട് അതവിടെ നിൽക്കട്ടെ. ഇതേ ഇപ്പം ഞാനൊരു ഒരു കൊച്ചു ഗ്രാഫ് കൂടെ വരയ്ക്കുക. ഒരു ഗ്രാഫ് കൂടെ വരയ്ക്കുക. ഇവിടെ തന്നെ വരയ്ക്കാം. ഇത് മോൾ ഫ്രാക്ഷൻ, ഇത് A, ഇത് B. പ്യുവർ A വേപ്പർ പ്രഷർ നോട്ട് ചെയ്ത് P0A. എയുടെ പ്യുവറാണ്, വേറെ ഒന്നും അതിനകത്തില്ല, B ഇല്ല. ഇതിനകത്ത് B, പ്യുവർ B, അതിൻ്റെ P0B എന്ന് നോട്ട് ചെയ്യുന്നു. B മാത്രമേ ഉള്ളൂ. ഇനി B ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? വേപ്പർ പ്രഷർ കുറയും, എയുടെ വേപ്പർ പ്രഷർ കുറയും. അതായത് പാർഷ്യൽ പ്രഷർ കുറഞ്ഞ് വീണ്ടും ആഡ് ചെയ്യുന്നു, കുറഞ്ഞ് വരും. അവസാനം എന്ത് ചെയ്ത് ഒന്നുമില്ലാണ്ട് ഇത്ര വരത്തില്ലേ? ഇതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് A, PA. ഈ കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷർ ഇതാണ്. അതുപോലെ PB ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് B. പാർഷ്യൽ പ്രഷർ Aയും പാർഷ്യൽ പ്രഷർ ഓഫ് B. സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണേ. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇത് വരും. ടോട്ടൽ പ്രഷർ ഇവിടെ. ദാറ്റ് ഈസ് P is equal to what? PA plus PB. PA plus what? PB. PA is equal to what? P0A XA. PB is equal to P0B XB. That is P is equal to P0A XA plus P0B XB എന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ A അതിനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. ഇത് A ആണ്, ഇത് B ആണ്. ഇത് A ആണ്, ഇത് B ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് കാണും. ഒരുപാട് മോളിക്യൂൾസ് ഇതാണ് ഇൻട്രാക്ഷൻ. ഇൻട്രാക്ഷൻ 2 ബി ഇൻട്രാക്ഷൻ. ബി ഇൻട്രാക്ഷൻ ഇത് തമ്മിലുള്ള 3. ഇത് മിക്സ് ചെയ്യുമ്പോൾ എ ബി ഇൻട്രാക്ഷൻ. അങ്ങനെ 3 ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, എയും ബിയും 2 ലിക്വിഡ്സാണ്, 2 മൊളറ്റൈലാണ്.
അപ്പോൾ എ മാത്രം ഇരുന്നാൽ എങ്ങനെയായിരിക്കും? എ ഇൻട്രാക്ഷൻ. ബി മാത്രം ഇരുന്നാലോ? ബി 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 ഇൻട്രാക്ഷൻ. മിക്സ് ചെയ്യുമ്പോഴല്ലേ സൊല്യൂഷൻ ആവുന്നത്. അപ്പോൾ എന്തുണ്ടാവും? എ ബി എ ബി എ ബി എ ബി ഇൻട്രാക്ഷൻ അല്ലേ? എ ബി എ ബി എ ബി ഇൻട്രാക്ഷൻ ആണല്ലോ. ആ, അപ്പോൾ നോക്കി, ഈ രണ്ട് ഇൻട്രാക്ഷനും ഇവിടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രാക്ഷൻ അല്ലേ? ആണ്. ഈ മൂന്ന് ഇൻട്രാക്ഷനും സെയിം ആണെങ്കിൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻട്രാക്ഷൻ സെയിം ആണെങ്കിൽ ദേ ആർ കാൾഡ് ഐഡിയൽ. ഇങ്ങനെ ഐഡിയൽ കണ്ടുപിടിക്കുന്നത്. ഇപ്പം പങ്കിയും പങ്കജാക്ഷനും ഇരിക്കട്ടെ. പങ്കി തിരുവനന്തപുരത്തുള്ള പങ്കി, കോഴിക്കോടുള്ള പങ്കജാക്ഷൻ. തിരുവനന്തപുരത്ത് ഇങ്ങനെ ആയിരിക്കുന്നത് പങ്കി 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 ഇൻട്രാക്ഷൻ. ഇവിടെ കോഴിക്കോടുള്ള പങ്കജാക്ഷൻ ഇങ്ങനെ ഇരിക്കുന്നത് പങ്കജാക്ഷൻ 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 ഇൻട്രാക്ഷൻ. ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ ഇവരെ രണ്ടുപേരും യോജിപ്പിക്കും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഇൻട്രാക്ഷൻ എങ്ങനെ ആയിരിക്കും? പങ്കി പങ്കജാക്ഷൻ പങ്കി പങ്കജാക്ഷൻ പങ്കി പങ്കജാക്ഷൻ പങ്കി പങ്കജാക്ഷൻ. കണ്ടോ? ഈ മൂന്ന് ഇൻട്രാക്ഷൻ സെയിം ആണെങ്കിൽ then we call it what is called ideal solution. അത്രയേ ഉള്ളൂ. ഏതൊക്കെ ഇൻട്രാക്ഷൻ? പങ്കി 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 ഇൻട്രാക്ഷൻ, പങ്കജാക്ഷൻ പങ്കി പങ്കജാക്ഷൻ പങ്കി 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 ഇൻട്രാക്ഷൻ. ഈ all the three interactions are same. If all these three interactions are same, then we call it what is called ideal solution. അതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ആരെയും എടുക്കാം, വീട്ടിലുള്ള വേറെ ആരെങ്കിലും. ശശി അമ്മു എടുത്തേ, അമ്മു ശശി എടുത്തേ. ശശി ഇൻട്രാക്ഷൻ, അമ്മു ഇൻട്രാക്ഷൻ, ശശി അമ്മു ഇൻട്രാക്ഷൻ. If all these three interactions are same, then we call it called ideal solution. നമ്മൾ സ്കൂളിൽ ഇങ്ങനെ പഠിക്കാൻ നോക്കൂല, നമ്മൾ ഇങ്ങനെ പഠിക്കണം. എ ഇൻട്രാക്ഷൻ, ബി 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 ഇൻട്രാക്ഷൻ, എ ബി എ ബി എ ബി എ ബി ഇൻട്രാക്ഷൻ. Then all three interactions are same, then we call it what is called what? Ideal solution. They should obey. They should എന്ന് പറയണ്ട. They obey what? Peace, Raoult's law, delta missing is equal to 0, delta H missing is equal to 0. അത് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. ഈ മൂന്ന് ഇൻട്രാക്ഷൻ, അതായത് നേരെ ആദ്യം ഇങ്ങനെ ഇരിക്കുകയും പലയിടത്തിരിക്കുന്നതും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുമ്പോഴും ഇൻട്രാക്ഷൻ സെയിം ആണെങ്കിൽ അതാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയുന്നതാണ് ഐഡിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ. ആ ഐഡിയൽ ഫ്രണ്ട്സാണ് തീർച്ചയായിട്ടും അതിൻ്റെ ടോട്ടൽ പ്രഷർ ഇങ്ങനെ തന്നെ വരണ്ടോ? ഇത് ഐഡിയൽ കറക്റ്റായിട്ട് ഇതായി ഗ്രാഫ്. ദേ ആർ വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഐഡിയൽ സൊല്യൂഷൻ. ഇനി ചിലപ്പോൾ ഇങ്ങനെ പറയാം, ഇത് സോൾവൻ്റ് എന്നിരിക്കട്ടെ. സൊല്യൂട്ട് ഇൻട്രാക്ഷൻ, സോൾവൻ്റ് ഇൻട്രാക്ഷൻ, സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. ഇത്ര രസമായിട്ട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പറയാൻ പാടുണ്ടോ? പവിത്രയ്ക്ക് എന്തോ സംശയം വരുന്നു. പവിത്ര വേണോ? പവി ഇൻട്രാക്ഷൻ, പവിത്ര ഇൻട്രാക്ഷൻ, പവിത്ര ഇൻട്രാക്ഷൻസ്. ഈ മൂന്ന് ഇൻട്രാക്ഷൻ എങ്ങനെ ആയിരിക്കണം? സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? തീർച്ചയായിട്ടും വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഐഡിയൽ സൊല്യൂഷൻ. സംശയമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഇനി പറയാം. ഇർഫാൻ ഇൻട്രാക്ഷൻ, ഇർഫാൻ ഇൻട്രാക്ഷൻ. All these three interactions are same, then we call it what is called ideal solution. Any doubt? ഒരു ഡൗട്ടും ഇല്ല. ഗ്രാഫ് വരച്ച് ഇങ്ങനെ വരും. വേണ്ട, കറക്റ്റ് ഇങ്ങനെ വരും. ഇതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ഐഡിയൽ സൊല്യൂഷൻ. ഇനി നമുക്ക് നോൺ ഐഡിയലിലേക്ക് വരാം. ഇവിടേക്ക് വരാം. നോൺ ഐഡിയൽ നിങ്ങൾ മനസ്സിലാക്കണം. നോൺ ഐഡിയൽ രണ്ട് കേസിൽ വരാം. P ഗ്രേറ്റർ ദാൻ P0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ PA കൂടുതൽ അല്ലേ, അല്ലെങ്കിൽ PA കുറവ് തന്നെ. എങ്ങനെയാണ് നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ ഇത് കൂടുതൽ അല്ലെങ്കിൽ ഇത് കുറവ് ആണ്. ദാറ്റ് ഈസ് P0 ആൻഡ് P0 ഉണ്ടോ? രണ്ട് കേസിൽ വരാം. അതുപോലെ ഇതും PB ഗ്രേറ്റർ ദാൻ വരാം, അല്ലെങ്കിൽ PB ലെസ് ദാൻ വരാം. P0B XB, P0B XB. അപ്പോൾ രണ്ട് കേസിൽ വന്നുകൂടെ? നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് കേസിൽ വരാം. അണ്ടർ ഇത് കൂടുതലെന്ന് പറഞ്ഞാൽ മീനിങ് PA കൂടുതൽ നോക്കിക്കോണം. നോട്ട് ഈക്വൽ ദിസ് PA കൂടുക. PA ഇതിലേക്കൂടെ പോകുന്നതിന് പകരം
ആണ്ട പോസിറ്റീവ് ആണ്, ആണ്ടോ കൂടുക. പി എ കൂടുന്നു, ആണ്ടോ അതുപോലെ പി എ കൂടുന്നു, പി ബി കൂടുന്നു, ആണ്ടോ കൂടുന്നു. കണ്ടില്ലേ? ഇതാ റിസൾട്ട് എന്ന് നോക്കിയേ, ആണിങ്ങനെ വരും. അപ്പോൾ ഇതിലേ പോകേണ്ടത് ഇതിലേ പോവുക, പ്രഷർ കൂടുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? പോസിറ്റീവ് ഡീവിയേഷൻ. എന്ത് ഡീവിയേഷനാ? പോസിറ്റീവ് ഡീവിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ മീനിങ് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, എ ബി ഇൻട്രാക്ഷൻ, ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കണം, മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കുറവായിരിക്കണം. കുറവായെങ്കിൽ പെട്ടെന്ന് വേപ്പറാവാനൊക്കൂ. ഇതങ്ങ് ഇൻട്രാക്ഷൻ കൂടിയിരുന്നാലേ വേപ്പറാവാനൊക്കത്തില്ല. ഈ ഇൻട്രാക്ഷൻ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വേപ്പറായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ നോക്കി, പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ, ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ ഈ 3 ഇൻട്രാക്ഷൻ സെയിം ആയിരിക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ these 2 interactions are greater than the third one. Then undergo what type of deviation? Positive deviation. ഒന്നുകൂടെ പോസിറ്റീവ് ഡീവിയേഷനിൽ കണ്ടീഷൻ എന്താ പറഞ്ഞ്? പി എ ഗ്രേറ്റർ ദാൻ പി 0 എ എക്സ്, പി ബി ഗ്രേറ്റർ ദാൻ പി 0 ബി എക്സ് ബി എന്ന് പറയുന്ന 2 കേസ് ഉണ്ടാവും. പി എ ഗ്രേറ്റർ ദാൻ അല്ലെ പി എ ലെസ് ദാൻ. പി എ ഗ്രേറ്റർ വരുവാണെങ്കിൽ അല്ലെ പി ബി ഗ്രേറ്റർ വരുവാണെങ്കിൽ ദാറ്റ് അണ്ടർഗോ വാട്ട് ഈസ് കാൾഡ് വാട്ട്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് there are 3 interactions, A interaction, B interaction, AB interaction. വേപ്പർ പ്രഷർ പാർഷ്യൽ പ്രഷർ കൂടിയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3ാമത്തെ ഇൻട്രാക്ഷൻ കുറവായിരിക്കണം. ആലോചിച്ച് നോക്ക്, വേപ്പർ പ്രഷർ കൂടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോകണ്ടേ വേപ്പർ? അപ്പോൾ ഇതേപോലെ ഇൻട്രാക്ഷൻ കൂടിയിരുന്നാൽ പോട്ടെന്ന് പാനക്കുവോ? അല്ലേ, പറ്റൂല. അപ്പോൾ 3ാമത്തെ ഇൻട്രാക്ഷൻ കുറഞ്ഞിരിക്കണം മറ്റ് 2 ഇൻട്രാക്ഷനേക്കാൾ. അതായത് ഫസ്റ്റ് 2 ഇൻട്രാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ ദ തേർഡ് വൺ. ഫസ്റ്റ് 2 ഇൻട്രാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ ദി തേർഡ് വൺ. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ കൂടിയിരിക്കും, വേപ്പർ പ്രഷർ കൂടിയിരിക്കും. ദാറ്റ് അണ്ടർഗോ വാട്ട് ഈസ് കാൾഡ് വാട്ട്? പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി അടുത്ത നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ എന്തായിരിക്കണം? വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കണം അല്ലേ? ആണ്ടോ പാർഷ്യൽ പ്രഷർ കുറഞ്ഞിരിക്കണം. ഇതിനേക്കാളും കുറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻട്രാക്ഷൻ കൂടണ്ടേ? ഈ ഇൻട്രാക്ഷൻ കൂടിയിരിക്കണം. ഈ ഇൻട്രാക്ഷൻ ഭയങ്കര സ്നേഹം, ഭയങ്കര കൂടുതൽ, ഒരുപാട് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിൽ പാർഷ്യൽ പ്രഷർ കുറയും. അപ്പോൾ എങ്ങോട്ടൊരും താഴോട്ട് വരും, നെഗറ്റീവ് ഡീവിയേഷനിലേക്ക് വരും. നോക്കാം നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസ് എങ്ങനെ നോക്കാം. നെഗറ്റീവ് ഡീവിയേഷൻ താഴോട്ട് വരും. കണ്ടോ, ഇതിലേ പോകുന്നതിന് പകരം താഴോട്ട് കണ്ടോ നെഗറ്റീവ് ഡീവിയേഷൻ താഴോട്ട് വരണ്ടോ? ഡൗട്ട് ഇങ്ങനെ വരച്ചാൽ മതി, അങ്ങനെ വേറെ കാര്യമൊന്നുമില്ല. പോസിറ്റീവ് മുകളിലോട്ട് വരയണം, നെഗറ്റീവ് ഡീവിയേഷൻ താഴോട്ട് വരയ്ക്കണം. ദാറ്റ് ഈസ് ദർ ആർ 3 ഇൻട്രാക്ഷൻസ്, എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, എ ബി ഇൻട്രാക്ഷൻസ്. All these 3 interactions are same ideal. These 2 interactions are greater than the third one, positive deviation. These 2 interactions are less than the third one. Then it is called what? Negative deviation. Ideal solution example ആണ് ഇപ്പം രണ്ട് നോൺ പോളാർ തമ്മിലാണെങ്കിൽ ഐഡിയലായിരിക്കും. ഒന്ന് പോളാറും മറ്റൊന്ന് നോൺ പോളാറുമാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. 3 രണ്ടും പോളാറാണെങ്കിൽ വാട്ട് ഈസ് കാൾഡ് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. നോൺ പോളാർ എക്സാമ്പിളാണ് ഇപ്പം CCl4 പിന്നെ കാർബൺ ഡൈ സൾഫൈഡ് നോൺ പോളാറാണ് രണ്ടും എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി ഉണ്ടാവില്ല, ചാർജ് സെപ്പറേഷൻ അകത്തുണ്ട്. അത് ഐഡിയലായിരിക്കും. ഒരു പോളാർ എക്സാമ്പിളാവും HCl ഒരു പോളാർ കോമ്പൗണ്ട് അല്ലേ. ഒരു നോൺ പോളാർ കോമ്പൗണ്ട് എക്സാമ്പിൾ ഇത് പോസിറ്റീവ് ഡീവിയേഷനാണ്. രണ്ടും പോളാർ എടുത്ത് നോക്കി, HCl വാട്ടർ, HCl H2SO4, HCl HNO3 എക്സെട്ര. ദീസ് ആർ നെഗറ്റീവ് ഡീവിയേഷൻ. ഇങ്ങനെയാണ് 3 സൊല്യൂഷൻസ്: ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ അണ്ടർഗോ പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ അണ്ടർഗോ നെഗറ്റീവ് ഡീവിയേഷൻ. എങ്ങനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
there are ഇത്രയും പറഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷനെ പറ്റി ഇത്രയും പറഞ്ഞാൽ മതി. There are 3 interactions A interaction, B interaction and AB interactions. ആറ് എക്സാമ്പിൾ നിങ്ങൾ എടുത്ത് നോക്കിയേ. അവർ 3 ഇൻട്രാക്ഷൻസ് സെയിം ആണെങ്കിൽ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളതും കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഇൻട്രാക്ഷനും 3 കേസും ഈക്വലാണെങ്കിൽ, സെയിം ആണെങ്കിൽ, നമുക്ക് പറയാം വാട്ട് ഈസ് കാൾഡ് വാട്ട് ഐഡിയൽ സൊല്യൂഷനാണ്. അതേസമയം എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, എ ബി ഇൻട്രാക്ഷൻ. അപ്പോൾ എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളത്, കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഇൻട്രാക്ഷൻ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, എക്സ്പെൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് പോസിറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷനോ കല്യാണം കഴിക്കുമ്പോഴുള്ള ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിൽ, അതായത് എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ എ ബി ഇൻട്രാക്ഷൻ, ആ എ ബി ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷനാണ്, വേപ്പർ പ്രഷർ കുറയും. ദീസ് ആർ ദി വാട്ട് ഈസ് കാൾഡ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് എൽസ്? ഇങ്ങനെ 3 പാർട്ട് പഠിച്ചാൽ നോക്ക് കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കി, ഈ 2 ചാപ്റ്റർ പഠിച്ച് തീരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ കയ്യിൽ ഇത്രയും പഠിച്ചാൽ മതി, 13 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് കഴിയും. പിന്നെ 47 മാർക്കിന് പഠിച്ചാൽ മതി. നോക്ക് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 13 മാർക്ക് കിട്ടി. ഇത്രയും പഠിച്ച് 13 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കാനുള്ള കിട്ടും. ഇത്രയും പഠിച്ചാൽ ഇത്രയും പഠിച്ചിരിക്കണം. അതിനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചാൽ പറയാൻ ഞാൻ റെഡിയാണ്. 3rd കണ്ടീഷൻ പറയൂ ഒന്നുകൂടി. 3ാമത്തെ കണ്ടീഷൻ ഇതാണ്. 3ാമത്തത് 3rd കണ്ടീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോൺ പോളാറും പോളാറും 2 പോളാർ തമ്മിൽ, പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ, H+Cl-, ഇതങ്ങനെ വരത്തില്ല. H+Cl-, H+OH-, ആ ഇൻട്രാക്ഷൻ രണ്ടും പോളാർ ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. എനിത്തിങ് എൽസ്? 3rd കണ്ടീഷൻ ഹൈഡ്രൻ ഒന്നുകൂടി പറയുമോ? അതിൻ്റെ H ഒന്നുകൂടെ പറയുമെന്ന് വെച്ചാൽ അതിൻ്റെ H ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചു. ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, H2 - H1. അതായത് ഹീറ്റ് കണ്ടൻറ്റ് ബിഫോർ മിക്സിങ് H1, ആഫ്റ്റർ മിക്സിങ് H2. H2 - H1 ആ ഡിഫറൻസ്, ദാറ്റ്സ് ഈക്വൽ ഡെൽറ്റ H. അത് 0 ആണെങ്കിൽ ഐഡിയൽ, അത് ഗ്രേറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ വരാം, ലെസ്സും വരാം. ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ, ലെസ് ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ദാറ്റ്സ് ഓൾ. ഗ്രാഫ് വരയ്ക്കാൻ പിടി കിട്ടിയോ? ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഐഡിയൽ സൊല്യൂഷൻ പറയുന്നത് എന്താ? 3 ഇൻട്രാക്ഷനും സെയിം ആയിരിക്കണം. ഗ്രാഫ് വരയ്ക്കാം. ഇത് എ, ഇത് ബി, ഇത് മോൾ ഫ്രാക്ഷൻ, ഇത് പ്യുവർ P0A, ഇത് P0B. ഒന്നിനും താഴെ വരച്ചെന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇത് എ മാത്രം PA, ഇത് ബി മാത്രം PB. ഇതാണ് PP = PA + PB. ഇതാണ് ഐഡിയലായിട്ട് വരുന്നത്. ഈ ഐഡിയയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ നോക്കിയ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നേ ഉള്ളൂ. ഇതിലേക്കൂടെ പോകേണ്ടതിന് പകരം പോസിറ്റീവ് ഡീവിയേഷൻ ഇതിലേക്ക് പോകേണ്ടതിന് പകരം നോക്കി എ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ, ബി പോസിറ്റീവ് ഡീവിയേഷൻ, അതുപോലെ ഇതും പോസിറ്റീവ് ഡീവിയേഷനാണ് ആണല്ലോ.
നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ ഇത് മാറിയിട്ട് ഇതിലേ പോകുന്നതിന് പകരം നേരെ കീപ്പോട്ട് വരും. കീപ്പോട്ട് അതാണ് ഇങ്ങനെ വരും. ആണുണ്ടോ? അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടോ? അടുത്ത നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. നെഗറ്റീവ് ഡീവിയേഷൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, വേറെ ഒന്നും ആലോചിക്കാനില്ല. എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, എ ബി ഇൻട്രാക്ഷൻ. ഈ മൂന്ന് ഇൻട്രാക്ഷൻ സെയിം ആണെങ്കിൽ ഐഡിയൽ. ഈ രണ്ട് ഇൻട്രാക്ഷൻ കൂടുതൽ ഇതിനേക്കായി ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ. ഈ ഇൻട്രാക്ഷൻ കുറവും ഇതിനേക്കായി ഇതാണ് കൂടുതൽ ഇൻട്രാക്ഷൻ വരുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ. ഈ കാര്യമേ ഉള്ളൂ. ഗ്രാഫ് വരയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞിട്ട് സൊല്യൂഷൻ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഒറ്റ കാര്യം. ഇത്രയും പഠിച്ചു കൊടുത്താൽ പോരെ, എന്തിനാ കൂടുതലിടന്ന് ചാടുന്നത്? 13 മാർക്ക് കയ്യിരിക്കില്ലേ? പിന്നെ എന്താ പാട്? എന്താ നോക്കി. ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഇങ്ങനെ ഗ്രാഫ് ഇരിക്കുന്നു. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എടുക്കുന്നു. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ഒരു മോൾ ഫ്രാക്ഷൻ ഇതാണ്. അതിൻ്റെ വേപ്പർ ഓഫ് നോട്ട് ചെയ്തു. ഇതാണ് വേപ്പർ ഓഫ് നോട്ട് ഇവിടെയാണ്. ഇവിടെ ആയിരിക്കുന്നു വേപ്പർ ഓഫ്. അതിൻ്റെ വേപ്പർ ഓഫ് കണ്ട് ഈ ഭാഗത്ത് കണ്ട്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ components A and the components B dissolve without change in concentration. ഈ മിക്സറിനെ പറയുന്ന പേരാണ് what is called azeotropic mixture. Azeotropic mixture or what is called azeotrope. What is in mean azeotropic mixture? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് azeotropic mixture. At a particular temperature, that is a constant temperature, the two components expels out without change in concentration. See, concentration change cheyade. That's what is called what? Azeotropic mixture. Azeotropic mixture എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഈതയിൽ ആൽക്കഹോളും വാട്ടറും ചേർന്ന് ചാരയെ നമ്മൾ ഉണ്ടാക്കുന്നു. അതുണ്ടാക്കാൻ എല്ലാവർക്കും കോൺസെൻട്രേഷൻ the two components in a mixture distills off at constant temperature. This is mixture is called what? Azeotropic mixture. What is called what? Azeotrope. It is about this chapter. Then you will get 13 marks. മിനിമം ആണ് 13 മാർക്ക്. ഇനി ഈ വർഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വരുമ്പോൾ 13 മാർക്കായിരുന്നു. ഇക്കൊല്ലം തൊട്ട് മാറ്റം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത അവസാനത്തെ ചിലപ്പോൾ 1-2 ടോപ്പിക് എടുത്ത് കളയാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇതിന് കൂടും. ഓക്കെ, ചിലപ്പോൾ അവസാനത്തെ ഒരു 2-3 ചാപ്റ്റർ എടുത്ത് കളയാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഒന്നും തീരുമാനമായില്ല. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, എ ബി ഇൻട്രാക്ഷൻ. ഈ 3 ഇൻട്രാക്ഷൻ സെയിം ആണെങ്കിൽ ഐഡിയൽ. ഈ 2 ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ. ഈ 2 ഇൻട്രാക്ഷൻ കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഇത്രയേ ഉള്ളൂ. എന്താ ഡൗട്ട്? പ്രീതിക്ക് ഒരു ഡൗട്ടും ഇല്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രവർത്തൻ ഡൗട്ടില്ല. ഡൗട്ടില്ല. അനന്തു ഉണ്ടെന്നില്ല. ഡൗട്ടില്ല. നെഹജ ഡൗട്ടില്ല. പ്രീത ഡൗട്ടില്ല. പ്രീതയ്ക്കും ഡൗട്ടില്ല. രാംകുമാറിനും ഡൗട്ട് തോന്നുന്നില്ല. അശ്വിൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ക്ലിയറായി. ഓക്കെ, അപ്പോൾ വീട്ടിൽ ചെന്ന് നന്നായി ഒന്ന് റെഡിയാക്കി ആ ക്വസ്റ്റ്യനെല്ലാം ഞാൻ അയച്ചു തരാം കേട്ടല്ലോ.
എന്നിട്ട് നിങ്ങളത് ഒന്ന് ഒക്കുമെങ്കിൽ അയച്ച് എഴുതി ഒന്ന് ഈ ഓഫീസിൽ കൊടുത്താൽ ഞാനത് നോക്കി വെച്ചേക്കായിരുന്നു. കാണാൻ എഴുതണം, പഠിച്ച് റെഡിയാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. സൊല്യൂഷൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാം. ചോദിക്കാൻ ഒരു മടിയും വേണ്ട. എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഏത് സമയത്തും ക്ലിയർ ചെയ്യാൻ രാത്രി 10 മണി വരെ അലൗഡാണ്. ഓക്കെ, ബായ്.